എല്ലാവർക്കും നമസ്കാരം. സേക്രഡ് ഹാർട്ട് കോളേജ് തേവര, അതിൻ്റെ പ്രിൻസിപ്പൽ അടക്കമുള്ള പ്രിയപ്പെട്ട സാരഥികളെ, വേദിയുടെ മുൻഭാഗത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് SS കോളേജിലേക്ക് വരുന്നത്. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഇത്രയും പ്രൗഢഗംഭീരമായ ഈ ഓഡിറ്റോറിയത്തിൻ്റെ സാധ്യതകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഫാദറിനോട് ഞാൻ ചോദിച്ചു, എത്ര വർഷമായി ഈ ഒരു ഓഡിറ്റോറിയം നിലവിൽ വന്നിട്ടെന്ന്. അദ്ദേഹം പറഞ്ഞു, കോളേജ് വന്നിട്ട് 80 വർഷമായി. ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കണം ഈ ഓഡിറ്റോറിയവും നിലവിൽ വന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അന്ന് പടുത്തുയർത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൗഢഗംഭീരമാണ് ഈ ഓഡിറ്റോറിയം. ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൽത്തൂണുകളിൽ വരച്ചു വെച്ച ചിത്രങ്ങളിലേക്കാണ് ശ്രദ്ധിച്ചത്. ആകാശത്തേക്ക് ഇങ്ങനെ ഉയരാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് പൂക്കളും, ആകാശത്ത് നിന്ന് പൂക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇലകളും വള്ളിപ്പടർപ്പുകളുമാണ് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. പെട്ടെന്ന് ഞാൻ പണ്ട് വായിച്ച ഒരു ചിത്രത്തിൻ്റെ കഥയെക്കുറിച്ച് ഓർത്തുപോയി. വിൻസെൻ്റ് വാൻ ഗോഗ് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആ ചിത്രത്തിനകത്ത് ഒരു ചെടിയിൽ നിന്ന് വളർന്നു വരുന്ന ഒരു പൂവ് ഉയർന്നുയർന്നുയർന്നു പോയി നക്ഷത്രങ്ങൾക്കിടയിലേക്ക് പടർന്നു കയറുന്നൊരു ചിത്രമാണ് അദ്ദേഹം വരച്ചത്. ആ ചിത്രം കണ്ടതിന് ശേഷം ആളുകൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർത്തി. അവർ ചോദിച്ചു, ഒരു പൂവിന് ഇത്രയും വളർന്ന നക്ഷത്രങ്ങൾക്കിടയിലേക്ക് പടർന്നു കയറാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. വിൻസെൻ്റ് വാൻ ഗോഗ് പറഞ്ഞത്, ഒരു മനുഷ്യന് നക്ഷത്രങ്ങൾക്കിടയിലേക്ക് പോകാൻ സ്വപ്നം കാണാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു പൂവിനും സ്വപ്നം കണ്ടുകൂടാ എന്ന് ആണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങൾ ഒരു ബുദ്ധൻ്റെ കഥ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചിന്തിച്ചത്. അതിനകത്ത് നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ വീടിൻ്റെ പൂന്തോട്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ പൂന്തോട്ടങ്ങളുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് കല്ലുകൾ കൊണ്ടിങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന മതിലിൻ്റെ ഇങ്ങനെ തെറിച്ചു നിൽക്കുന്ന ചില കല്ലുകളുണ്ടാവും. വേണ്ടത്ര സിമൻ്റൊന്നും തേക്കാതെ കല്ലുകൾ ഇങ്ങനെ തെറിച്ചു നിൽക്കുന്ന കല്ലുകളുണ്ടാവും. ഈ കല്ലുകൾക്കടിയിൽ ആരും കാണാതെ ഒളിഞ്ഞിരിക്കുന്ന കുറേ പുൽപ്പൂക്കളുണ്ടാവും. ഈ പുൽപ്പൂക്കളുടെ സൗകര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളും കാണാതെ, ഒരു പശു കടിക്കാതെ, ആട് കടിക്കാതെ സുഖമായി സ്വസ്ഥമായി ആ കല്ലിനടിയിൽ സ്വൈരമത്തോടു കൂടിയിട്ട് ഞങ്ങൾ ജീവിക്കാൻ സാധിക്കും. മഴ കൊള്ളില്ല, വെയിൽ കൊള്ളില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ പുൽപ്പൂവിന് 4-5 ആഴ്ചകൾ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഒരു ദിവസം ഒരു പുൽപ്പൂ ഈ കൽമതിൻ്റെ മുകളിൽ നിന്ന് പൂന്തോട്ടത്തിലേക്ക് എത്തി നോക്കിയ സമയത്ത് അവിടെ അതിമനോഹരമായൊരു പനിനീർ പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആ പുൽപ്പൂവിനൊരു മോഹം തോന്നി, എനിക്കും നാളെ ഒരു പനിനീർ പൂവാവണം എന്നൊരു മോഹം ഉണ്ടായി. പൗലോ കൊയ്ലോ പറയാറില്ലേ, നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ അത് സംഭവിച്ചു. അടുത്ത ദിവസം ആ പുൽപ്പൂ ഒരു പനിനീർ പുഷ്പമായിട്ട് ഈ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുകയാണ്. ഈ കല്ലിനടിയിലുള്ള പുൽപ്പൂക്കളെല്ലാം അതിനോട് പറഞ്ഞു, നീ എന്ത് അബദ്ധമാണ് ഈ ചെയ്തത്. ഒരു ദിവസം മാത്രമേ, അല്ലെങ്കിൽ 2 ദിവസം മാത്രമേ നിനക്ക് ആയുസുള്ളൂ. പക്ഷേ ഞങ്ങൾക്കിവിടെ 5-6 ആഴ്ചകളിൽ ഒരാളും കാണാതെ ഈ കല്ലിനടിയിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യമുണ്ട്. ആരും ബുദ്ധിമുട്ടിക്കില്ല, ഒന്നും ഉണ്ടാവില്ല. ആ പനിനീർ പുഷ്പം അങ്ങനെ വിരിഞ്ഞു നിന്നു. ആ പൂന്തോട്ടത്തിലേക്ക് വന്ന കുട്ടികളെല്ലാം ആ പൂവിനെ പറ്റി അഭിനന്ദിച്ചു സംസാരിച്ചു കൊണ്ടിരുന്നു. ആ പൂവിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും മുഴുവൻ ആളുകൾ വിശേഷിപ്പിച്ചു കൊണ്ടിരുന്നു. മഴ പെയ്തു. ആ പെയ്ത സമയത്ത് ആ മഴയെ മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് ആ പനിനീർ പുഷ്പം ഇങ്ങനെ ആടിക്കളിച്ചു. കാറ്റടിച്ചു, അതിനെ ചെറുത്തു നിന്നു. വെയിലുണ്ടായി, അതിനെ ചെറുത്തു നിന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ പനിനീർ പുഷ്പത്തിൻ്റെ ദളങ്ങൾ താഴേക്ക് പൊഴിഞ്ഞു വീണു. ആ കല്ലിനടിയിലുള്ള പുൽപ്പൂക്കൾ അപ്പോഴും വിളിച്ചു ചോദിച്ചു, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചു. ആ ദളങ്ങൾ അടിയിൽ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം ഇതാണ്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ നമ്മളോട് ചെറുത്ത് നിൽക്കുന്നുവോ അതിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അല്ലാതെ ഒരു കല്ലിനടിയിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതല്ല ജീവിതം എന്ന് പറഞ്ഞ ഒരു കഥ ബുദ്ധൻ എഴുതി വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കോളേജ് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇനി അങ്ങോട്ട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ നടന്നു കയറുമ്പോൾ ഇതുവരെയുള്ള സുഖമൊന്നുമല്ല ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ഒരുപാട് പ്രതിസന്ധികളെയും
പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ പോകുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ ദിവസം, ഈ കോളേജ് ഡേ ദിവസം, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നിങ്ങളെ പഠിപ്പിച്ച, നിങ്ങളെ നല്ല വഴിത്താരകളിലേക്ക് നയിച്ച 4 അധ്യാപകർ വിരമിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. എൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ റിട്ടയർഡ് പ്രൊഫസർ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസിൽ അധ്യാപകനായിരുന്ന ഒരു അധ്യാപകൻ എഴുതിയ പുസ്തകമാണ് ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ റിട്ടയർഡ് പ്രൊഫസർ. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടി പോലും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണെടുക്കുമായിരുന്നില്ല. ഞാൻ പറയുന്ന വാക്കുകൾ മുഴുവൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട രീതിയിൽ ആ കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക പാഠവും എനിക്കുണ്ടായിരുന്നു. ഞാൻ നല്ലൊരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ മറുത്തൊരു ചോദ്യം ഒരു കുട്ടിയും എന്നോട് ഒരിക്കലും ചോദിച്ചിരുന്നില്ല. പക്ഷേ അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടന്നു ചെന്നു. പുസ്തകത്തിലെ പാഠങ്ങൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3ാമത്തെ ബെഞ്ചിലിരുന്ന ഒരു ആൺകുട്ടി പെട്ടെന്ന് എണീറ്റിട്ടുണ്ട്, പറഞ്ഞു, സർ സ്റ്റോപ്പ്. ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് എന്നോട് ജീവിതത്തിൽ ഒരു കുട്ടി പറയുന്നു സ്റ്റോപ്പ്. ഞാൻ അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്, വാട്ട് യു വാണ്ട്? അവൻ പറഞ്ഞു, സർ ഐ എം സോറി, എൻ്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി, എൻ്റെ അറ്റൻഷൻ ഒന്ന് മാറിപ്പോയി, ഐ എം സോറി ഫോർ ദാറ്റ്. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, സാറിന് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഒരു അധ്യാപകൻ എപ്പോൾ പഠിപ്പിച്ചു തുടങ്ങണമെന്നും നിർത്തണമെന്നും തീരുമാനിക്കുന്ന ഒരു കുട്ടിയാണോ? അതുകൊണ്ട് തന്നെ എൻ്റെ ഈഗോ എന്നിൽ വർക്ക് ചെയ്തു. ഞാൻ ഒരു കാരണവശാലും അന്ന് പാഠം പഠിപ്പിക്കാതെ പുസ്തകം മടക്കി കയ്യിൽ പിടിച്ച് ക്ലാസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എൻ്റെ അസ്വസ്ഥത മുഴുവൻ ഞാൻ ആ ക്ലാസ്സിൽ തീർത്തു. ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷം എത്രയോ കാലം ആ കുട്ടിയോടൊരു വല്ലാത്ത വൈരാഗ്യം എന്നിൽ കൊണ്ടു. ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് എന്നോട് നിർത്താൻ പറഞ്ഞു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കിക്കൊണ്ടിരുന്നു. പിന്നീട് ഞാനത് മറന്നു. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു ഓട്ടോബയോഗ്രഫി എഴുതാൻ വേണ്ടി പേനയും കടലാസും കയ്യിലെടുത്തപ്പോൾ എന്തുകൊണ്ട് വീണ്ടും ആ കുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നു. അവൻ ആരാണെന്നും അവൻ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നും അറിയുവാൻ വേണ്ടി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ നാച്ചുറൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവൻ്റെ പേര് ജവഹർ എന്നാണെന്നും അവൻ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അവൻ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യവും ഞാൻ അറിയുന്നു. ഇത് ശ്രദ്ധയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫസർ എഴുതിയ കഥയാണ്. ഈ പ്രൊഫസറെ സംബന്ധിച്ചിടത്തോളം അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അഭിമാനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി ഒരു രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ പറയുന്നത് അധ്യാപക ജോലിയിൽ നിന്ന് ഈ അധ്യാപകർ ഇന്ന് വിരമിച്ചു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഓർക്കാൻ എത്രയോ സുന്ദരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിക്കാനുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ കുട്ടികളോട് പറയുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട്, ഓർത്തിരിക്കാൻ വേണ്ടി നല്ല ടെക്നിക്കുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വാച്ച് യുവർ വാച്ച്. അത് ഈ വാച്ച് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നേരെമറിച്ച് W ഫോർ വേർഡ്സ്, A ഫോർ ആക്ഷൻ, T ഫോർ തോട്ട്സ്, C ഫോർ ക്യാരക്ടർ ആൻഡ് H ഫോർ ഹാബിറ്റ്സ്. അതാണ് വാക്കെന്ന് പറയുന്നത്. വളരെ പ്രധാനമാണ്. ആദിയിൽ വചനമുണ്ടായി എന്ന് ബൈബിൾ പറയുന്നു, അല്ലേ? എല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി എന്ന് ഖുർആൻ പറയുന്നു. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉൽപ്പത്തി തുടങ്ങിയത് ഓങ്കാരത്തിൽ നിന്നാണെന്ന് ഹിന്ദു പുരാണങ്ങൾ പറയുന്നു. എല്ലാവരും പറയുന്നത് വാക്കിലാണ് തുടക്കം. സൃഷ്ടിയുടെ താക്കോലാണ് വാക്ക്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വാക്കിലൂടെയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് വാക്കിലൂടെയാണ്. നിങ്ങൾ എന്നിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വാക്കിലൂടെയാണ്. ഈ വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരു താക്കോൽ പോലെ കടന്നു വന്ന് മനസ്സിനെ തുറക്കുവാൻ പ്രാപ്തി ഉണ്ടാവണമെന്നാണ് വാക്കിൻ്റെ സൃഷ്ടിയുടെ മനോഹാരിത എന്ന് പറയുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, വാക്കിനേക്കാൾ തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്നുള്ളത്. ഒരു ഭൂമിയേക്കാൾ കനമുണ്ട് നമ്മൾ പറയുന്ന, നമ്മൾ ആക്രോശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട, അല്ലെങ്കിൽ ആവലാദികൾ പറയുന്ന ഒരു വാക്കിന് അത്രമാത്രം കനമുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. യഹൂദി മനുഷ്യൻ്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു, ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനമാണത്. ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ഇത് അദ്ദേഹം പറയാൻ കാരണം, യഹൂദി മനുഷ്യൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ വയലിനിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വയലിൻ കച്ചേരി കഴിഞ്ഞതിന് ശേഷം കാണികൾക്കിടയിലേക്ക് ഇറങ്ങി. എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓട്ടോഗ്രാഫിന് വേണ്ടി ചെന്നു. എല്ലാവർക്കും അദ്ദേഹം ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തു. പേന മടക്കി പോക്കറ്റിലിട്ട് മുന്നിലേക്ക് നടക്കുന്ന സമയത്ത് പൂച്ച കണ്ണുകളും ചെമ്പൻ മുടിയുമുള്ള പാവക്കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞുമോള് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു ഓട്ടോഗ്രാഫ് തരാമോ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടോ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ട് യഹൂദി മനുഷ്യൻ പറഞ്ഞു, വയ്യ മോളെ, മടുത്തു എന്ന് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, കവിളുകൾ ചുവന്നു, ചുണ്ടുകൾ വിറച്ചു.
ആ കുട്ടി ചോദിച്ചു, അങ്കിള് തളർന്നു അല്ലേ? എൻ്റെ കൈ കണ്ടോ ചോന്നിരിക്കുന്നത്? ദങ്കിള് കച്ചേരി തുടങ്ങിയ സമയം മുതൽ കൈയടിച്ച് ചോന്നതാണ് ഈ കൈയെന്ന് പറഞ്ഞു. യഹൂദി മൻഹീൻ വിറച്ചുപോയി. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് മോട്ടോഗ്രാഫ് പിടിച്ചു മേടിച്ച് എല്ലാ താളിലും ഒപ്പിട്ട് നിറച്ചു. അവസാനത്തെ താളിലും ഒപ്പിട്ടതിന് ശേഷം ആ കുട്ടിയോട് ചോദിച്ചു, ഇനി മോക്ക് എവിടെയാണ് ഒപ്പ് വേണ്ടതെന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ അങ്കിളുടെ ഒരു ഒപ്പിട്ട് തരാൻ സാധിക്കുമെന്ന് ചോദിച്ചു. യഹൂദി മൻഹീൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം, എൻ്റെ അധ്യാപകർക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം ജീവിതത്തിൽ ആദ്യമായി പറഞ്ഞ ആ കുട്ടി പറഞ്ഞ ഒരു വാചകം, ആ കുട്ടിയുടെ കൈപ്പത്തിയുടെ ചുവപ്പ് നിറം എൻ്റെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചു എന്നുള്ളത്. ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. ഇപ്പം നേരത്തെ ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിലൂടെ ചില വിവാദങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ. കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയതാണ്. ഞാൻ 45 വർഷം മാജിക്കിനെ മാത്രം പ്രണയിച്ച് ജീവിച്ച ഒരാളാണ്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. മാജിക്ക് മാത്രം സ്വപ്നം കണ്ട ഒരാളാണ്. 56 രാജ്യങ്ങളിൽ പെർഫോം ചെയ്തു. മാജിക്കിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് മെർലിൻ അവാർഡാണ്, ഓസ്കർ ഇൻ മാജിക്. അതും 2011 കിട്ടി. അങ്ങനെ മാജിക്കിനെ മാത്രം പ്രണയിച്ച് മാജിക്കിന് മാത്രം സ്വപ്നം കണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ ജാലവിദ്യക്കാരനായിട്ട് ജീവിക്കണമെന്ന് ചിന്തിച്ചിരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയത്. എൻഡോസൾഫാൻ്റെ ദുരിതമേഖലയാണ്. കർട്ടൻ ഉയരുമ്പോൾ കാണുന്ന കാഴ്ച, ആ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ തരത്തിലുള്ള കുട്ടികളാണോ? കണ്ണ് കാണാത്തവർ, കാത് കേൾക്കാത്തവർ, വലിയ തലയുള്ളവർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികൾ, അവരെ പിടിച്ചു നിൽക്കുന്ന അമ്മമാർ. അതോടുകൂടി തന്നെ ഞാൻ പാതി തകർന്നു. ആദ്യം ഞാൻ ചിന്തിച്ചു, ആരുടെ മുമ്പിലാണ് ഞാൻ തലപ്പാവും കോട്ടും വെച്ചുകൊണ്ട് പത്രാസ് കാണിക്കുന്നത്? പരിപാടി കഴിഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് ഒരു തടിയുള്ള മകനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു അമ്മ. അമ്മയുടെ കയ്യിൽ ഭക്ഷണപാത്രമുണ്ട്, കൊടുക്കുന്നില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, എൻ്റെ ഭക്ഷണം കൊടുക്കാൻ ചോദിച്ചു. ഈ ഒരു അമ്മ ഒറ്റ കരച്ചിലാണ്. പിന്നെ അമ്മ പറഞ്ഞു, സാറേ ഓന് ചവയ്ക്കാൻ പറ്റൂല, ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് പുറത്തെടുത്തു, എൻ്റെ വായിൽ വെച്ചാലും തിന്നുള്ളൂ സാറേ, അങ്ങനെ ശീലാക്കി പോയി, അങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നൊരവസ്ഥയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ചിന്തകളിലോ സങ്കല്പത്തിലോ കടന്നു പോവാത്ത പ്രശ്നങ്ങൾ. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചിന്തിച്ചത്, ഞാൻ പോകുന്ന ലോകമല്ല പോകേണ്ട ലോകം എന്നുള്ളതും മറ്റൊരു ലോകത്തേക്കാണ് ഞാൻ കടന്നു പോകേണ്ടതെന്നും ആദ്യമായിട്ട് ചിന്തിക്കുന്ന അന്നാണ്. 23 കുട്ടികളെ വെച്ച് തുടങ്ങി. ശൈല ടീച്ചർ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ആ കുട്ടികളെ മാജിക്ക് പഠിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് തുടങ്ങിയത്. അന്ന് പിന്നെ ആ കുട്ടികൾക്ക് എംപ്ലോയീസ് ആയിട്ട് അവിടെ മാറ്റി. ഇപ്പോൾ ആ കുട്ടികൾ അവിടെ നല്ല ശമ്പളമൊക്കെ മേടിച്ചിട്ട്, എനിക്ക് തോന്നുന്നത് സുനിൽ അതിൻ്റെ മാനേജറാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപ സാലറി മേടിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ ട്രസ്റ്റിൽ നിന്ന് പോയി കഴിഞ്ഞു. അത്രമാത്രം ആ കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിച്ചു. ഒരുപാട് മാറ്റം. ജപ്പാനിൽ പോയി സോഫിയ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ആ കുട്ടികൾ വലിയൊരു പദവിയിലേക്ക് ഉയർന്നു. ഇങ്ങനെ വലിയൊരു മാറ്റം ആ കുട്ടികൾക്കുണ്ടായി. അപ്പോഴാണ് തോന്നിയത്, ഇതിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകണമെന്ന് തോന്നി. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്നൊരു സെൻറ്റർ തുടങ്ങി. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ഇതുവരെ നമ്മൾ 1 രൂപ പോലും പ്രതിഫലം മേടിച്ചിട്ടില്ല, ഒരു ഫാമിലിയിൽ നിന്ന് മേടിച്ചിട്ടില്ല. ആ കുട്ടികൾക്കുള്ള മുഴുവൻ യൂണിഫോം, ആ കുട്ടികൾക്ക് മുഴുവൻ ഭക്ഷണം, അമ്മമാർക്ക് തൊഴിൽ നൽകുന്ന സംരംഭം തുടങ്ങി ഒരു ഇൻ്റർനാഷണൽ തലത്തിലേക്ക് ആ സെൻറ്ററിനെ മാറ്റാൻ സാധിച്ചു. അതിനിടയ്ക്കാണ് യൂസഫ് അലി വന്നിട്ട് അവിടെ ഒരു 1.5 കോടി രൂപ ഡൊണേഷൻ തന്നത്. കാസർഗോഡ് 20 ഏക്കർ ലാൻഡ് ഡൊണേഷൻ, ഒരാളായി 20 ഏക്കർ ലാൻഡ് മേടിച്ചെന്ന് കാസർഗോഡ് സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അറിയാമല്ലോ. ഇത്തരം ഒരു വല്ലാത്ത വളർച്ചയിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പിടിച്ച് താഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വരും. അങ്ങനെ ഏകദേശം കുറച്ച് മാസങ്ങളായിട്ട് ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താക്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏറ്റെടുത്ത ദൗത്യം ഇപ്പോൾ കാസർഗോഡ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാസർഗോഡല്ല, എല്ലാ ജില്ലകളിലും തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുട്ടികളോട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിച്ചതും പ്രവർത്തിക്കാൻ പോകുന്നതും ഒക്കെ ഏത് മേഖലയായിക്കോട്ടെ, ജീവിതം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളതല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ലിവ്. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന കുണ്ടുകളും കുന്നുകളുമുള്ള കയറ്റവും ഇറക്കവുമുള്ള ആ ജീവിതത്തിലേക്ക് നിങ്ങൾ നടന്നു കയറുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ ചവിട്ടിത്തെറിപ്പിക്കാനുള്ള ചങ്കൂറ്റം നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് മനസ്സിലുണ്ടാവണം. മുല്ലാ നസ്രുദ്ദീൻ്റെ കുട്ടി ഒരു സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഡ്രസ്സിൽ കംപ്ലീറ്റ് ചെളിയാണ്. പിടിച്ചർ ഒറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു, ഡ്രസ്സിൽ ചെളി പൊരുളാതിരിക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു.
പിറ്റേ ദിവസം വന്ന സമയത്ത് ഡ്രസ്സിൽ ചെളി പുരലാതെ വന്നു, തീരെ മാർക്കുണ്ടായിരുന്നില്ല. പിടിച്ചൊരു അട്ടടി കൊടുത്തിട്ട് പറഞ്ഞു, നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡ്രസ്സിൽ ചെളി പുരലാതെ വന്നു, നല്ല മാർക്ക് വാങ്ങിച്ചു വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റായി പോയി. ഒറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു, കൃത്യസമയത്ത് വീട്ടിലെത്താൻ വേണ്ടി അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ആ മകൻ കൃത്യസമയത്ത് വന്നു, ഡ്രസ്സിൽ ചെളി പുരളാതെ വന്നു, നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മുല്ലാ നസ്രുദ്ദീൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചതിന് ശേഷം കുട്ടിയെ പിടിച്ച് ഒറ്റ അടി കൊടുത്തു. അപ്പോൾ കുട്ടി ചോദിച്ചു, ഇന്നെന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. മുല്ലാ നസ്രുദ്ദീൻ പറഞ്ഞു, മോനെ, എത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാലും അടി കിട്ടുന്നൊരു സമൂഹത്തിലാണ് നീ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൻ്റെ ആ വഴിത്താരകളിലേക്ക് ഇനി നിങ്ങൾ കോളേജിൽ നിന്നൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം എന്നാണ് ഞാൻ ധരിക്കുന്നത്. തോൽവികളുണ്ടാവും, പിടിച്ചു വലിക്കാനുള്ള സന്ദർഭങ്ങളുണ്ടാവും, തോൽപ്പിക്കാനുള്ള ആളുകളുണ്ടാവും, ചുറ്റുപാടും നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറയുന്നവരുണ്ടാവും. പക്ഷേ അവിടെയൊന്നും പകച്ചു നിൽക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ എവിടേക്കാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടത്തേക്ക് പോകുക എന്നുള്ളതാണ്. എഡ്മണ്ട് ഹിലരി 17 തവണയാണ് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചത്. 16ാമത്തെ തവണ 100 അടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു ഹിലരിക്ക്. കാരണം കാലാവസ്ഥ മോശമായിരുന്നു. 17 തവണ. പക്ഷെ അന്ന് വരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു. ബ്രിട്ടനിലേക്ക് ഹിലരി ചെന്നു, വേദിയിൽ നിന്നു, കർട്ടൻ ഉയർന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാണികൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ കാണികൾക്ക് പിന്നിലെ ചുവരിലായിട്ട് എവറസ്റ്റ് കൊടുമുടിയുടെ മനോഹരമായ ചിത്രം വരച്ചു വെച്ചത് അദ്ദേഹം കണ്ടു. ആ ചിത്രം കണ്ടതോടുകൂടി ആത്മവിശ്വാസത്തിന്റെ തീജ്വാലകൾ ഹിലരിയുടെ കണ്ണിൽ നിന്നും പടർന്നു. ആ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹിലരി പറഞ്ഞു, എവറസ്റ്റേ, കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു, എന്നാൽ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും. കാരണം നിനക്കിനി ഉയരാൻ സാധിക്കില്ല, ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് എത്രയോ ഉയരുവാൻ സാധിക്കും എന്നുള്ളത്. ഇതാണ് കോൺഫിഡൻസ്. ഈ ആത്മവിശ്വാസം ഉള്ളിൽ നിറച്ചാലേ നമ്മുടെ ഇന്നത്തെ ലോകത്ത് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞത്, നമ്മുടെ വാക്കുകളിൽ നിന്ന് നമ്മുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ധീരമായി ശക്തമായിട്ട് മുന്നേറുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് അദമ്യമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുവാനുള്ള ചിന്തകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പുതിയ വഴിത്താരകളിലേക്ക് ചിന്തിക്കുക. ബൈബിളിൽ മനോഹരമായൊരു വചനമുണ്ട്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് കടലിലേക്ക് എറിയുന്ന വല പോലെയാണ്. അതിൽ വലിച്ചെടുക്കുന്ന മീനുകളിൽ നല്ല മീനുകളെ സ്വീകരിക്കുകയും ചീത്ത മീനുകളെ വലിച്ചെറിയുകയും ചെയ്യും. നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിലേക്ക് പോവാം, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ നരകത്തിലേക്ക് പോകും. അത്രയുള്ള കാര്യം. അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് ഖലീൽ ജിബ്രാന്റെ മനോഹരമായൊരു വിവരണമുണ്ട്. നിങ്ങൾ വായിക്കണം അത്. ജീസസ് മലയിറങ്ങി വരികയാണ്. സുന്ദരനായിരുന്നു ജീസസ്. അഴിച്ചിട്ട മുടിയുമായി നീലത്തടാകം പോലെ വിരിഞ്ഞ കണ്ണുകളുമായി ജീസസ് മലയിറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഒരു പുരുഷാരം കാത്തു നിൽക്കുകയാണ്. മുക്കുവരായിരുന്നവര്. മുക്കുവരുടെ ഭാഷയായിരുന്നു ജീസസിൻ്റെത്, സാധാരണക്കാരുടെ ഭാഷ. ഉപമകളായിരുന്നു എല്ലാം. ജീസസ് ആ മുക്കുവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ? അതായിരുന്നു ചോദ്യം. നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യം കേട്ട് അവിടെയുള്ള ആളുകളെല്ലാം കൂടയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, പുതിയ മീനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് നേരെ നടന്നെടുത്തതിന് ശേഷം ആ കുട്ടിയുടെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, ആ കുട്ടിയുടെ ഹൃദയത്തിലേക്കും രക്തത്തിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട്, ആ കുട്ടിയുടെ അസ്ഥിയിലേക്കും മജ്ജയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ജീസസ് ചോദിച്ചു, എൻ്റെ ചോദ്യം കേട്ടോ, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കുട്ടി ചാടി എണീറ്റിട്ട് പറഞ്ഞു, ഉണ്ട്, എൻ്റെ വലയിൽ പുതിയ മീനുണ്ട്. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. നമ്മളെ തലച്ചോറിനകത്ത് കോടാനുകോടി ന്യൂറോണുകളുണ്ട്. ആ ന്യൂറോണുകളെ കോർത്ത് കെട്ടിയിരിക്കുന്ന നാഡീ ഞരമ്പുകളെയാണ് ഈ വല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ വലയ്ക്കകത്ത് പുതിയ ആശയങ്ങൾ വല്ലതുമുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം. ഇനി അങ്ങോട്ട് ജീവിച്ചു പോകുമ്പോൾ പുതിയ തോട്ട്സ് ഉണ്ടാവണം നമുക്ക്. അതാണ് ചിന്തകൾ. ആ ചിന്തകളിൽ നിന്നാണ് വാക്കുകളായിട്ട് മാറുന്നത്, വാക്കുകളാണ് പ്രവൃത്തികളായിട്ട് മാറുന്നത്. അവിടെയാണ് രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനം, അവർ ഹാബിറ്റ്സ് ആൻഡ് ക്യാരക്ടർ. ഇത് രണ്ടും സുതാര്യമായി കഴിഞ്ഞാൽ, സുന്ദരമായി കഴിഞ്ഞാൽ ജീവിതം ധന്യമാണ്, ശുഭകരമാണ്, നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓരോ വിദ്യാർത്ഥിയും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പ്രാപ്തിയുള്ളവരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
SH കോളേജിൻ്റെ ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ കോളേജ് ഡേ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.